ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം ഈ ഉത്തരവ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തു എന്നാണ്. ധനസമോദ്, ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തോ? കോടതി ഉത്തരവ് സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. ഇത് കേസിന്റെ തുടക്കം മുതൽക്ക് തന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് തുടരെ ഈ പ്രതിഭാഗം ഉൾപ്പെടെയുള്ളവരുടെ നിരന്തരം ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നിങ്ങൾ MLA എന്ന രീതിയിലോ പൊതുപ്രവർത്തകൻ എന്ന രീതിയിലോ ഇത് ഇയാളെ ആ സാങ്കേതികത്വം പറഞ്ഞ് കടിച്ചു തൂങ്ങാൻ കഴിയുക? കാര്യം ഒരു MLA അല്ലെങ്കിൽ MP എന്ന് പറയുന്ന ഉന്നത സ്ഥാനത്തിരിക്കുന്നവർ ഒരു നിയമനിർമ്മാണം നടത്തേണ്ട ആൾക്കാരാണ്. ആ തരത്തിൽ ഉന്നത പദവിയിലിരിക്കുന്ന ആളാണ് ഇപ്പോൾ ബലാത്സംഗം നടത്തിയിരിക്കുന്നത്. അത് കൃത്യമായി തെളിയിച്ചിട്ടുണ്ട്, വിചാരണ കോടതി തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ കേസ് ഇപ്പോഴും നിലനിൽക്കുകയാണ്. ഹൈക്കോടതിയിൽ ഇതിൽ സാങ്കേതികത്വത്തിന്റെ പേരിൽ ഒരു കാരണവശാലും ഇയാൾക്ക് ഇളവ് നൽകാനാവില്ല എന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹൈക്കോടതി നടപടി, ഹൈക്കോടതിയുടെ 2 അംഗ ബെഞ്ചിന്റെ നടപടി ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതെ, സുപ്രീം കോടതി ഡൽഹി ഹൈക്കോടതിയുടെ ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അതായത് ഇയാൾക്കുള്ള ജീവപര്യന്തം തടവാണ് മരവിപ്പിച്ചിരുന്നത്. അത് ഇപ്പോൾ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുന്നു. അതായത് ഈ കുൽദീപ് സിംഗ് സെൻഗാർ അദ്ദേഹത്തിനുള്ള ശിക്ഷ തുടരും. ഡൽഹി ഹൈക്കോടതിയുടെ വിധി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. കുൽദീപ് സിംഗ് ജയിലിൽ തന്നെ തുടരും. പുറത്തുള്ള പ്രതിരോധവും ഒപ്പം അകത്തുള്ള നിയമ പോരാട്ടവും അതിജീവിത താൽക്കാലികമായി വിജയിച്ചിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. ധനസമോദ്, CBIയുടെ ഏത് വാദമായിരിക്കാം സുപ്രീം കോടതി കൂടുതലായി മുഖവിലക്കെടുത്തിട്ടുണ്ടായിരിക്കുക? ഇന്ന് സുപ്രീം കോടതിയിൽ കേസ് പരിഗണിക്കാൻ എത്തിയപ്പോൾ തന്നെ അദ്ദേഹം തുഷാർ മേത്ത ശക്തമായി പറഞ്ഞത് ഇയാളൊരു പ്രതിയാണ്, മാത്രമല്ല ഇതിനകത്ത് 15 വയസ്സുള്ള ഒരു കുട്ടിയെയാണ് റേപ്പ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് 16 വയസ്സിന് താഴെയുള്ളവരെ എല്ലാവരെയും കുട്ടികളായിട്ട് തന്നെയാണ് പരിഗണിച്ചിട്ടുള്ള സുപ്രീം കോടതിയുടെ വിധിയുണ്ട്. മാത്രമല്ല നിയമനിർമ്മാണമുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു 15 വയസ്സുള്ള കുട്ടിയെ ബലാത്സംഗം ചെയ്തതെന്ന് മാത്രമല്ല ആ കുട്ടിയുടെ കുടുംബാംഗങ്ങളെ കൊലപ്പെടുത്തുകയും ചെയ്ത ഒരു കേസിലെ ക്രൂരമായ കൃത്യമാണ് ഈ പ്രതി ചെയ്തിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഒരാളെ ഒരു ജാമ്യം നൽകി അല്ലെങ്കിൽ ശിക്ഷ മരവിപ്പിച്ച് പുറത്തേക്ക് വിടാൻ കഴിയില്ല എന്നുള്ളൊരു വാദം തന്നെയാണ് സോളിസിറ്റർ മേത്ത, തുഷാർ മേത്ത വാദിച്ചിരുന്നത്. സാധാരണ BJP പ്രവർത്തകർ അല്ലെങ്കിൽ BJP നേതാക്കന്മാർ, MLA മാർ, MP മാർ തുടങ്ങിയവരെ അനുകൂലമായിട്ടാണ് പലപ്പോഴും വാദിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ കേസിൽ സ്റ്റേറ്റാണ് ഈ ഇരയ്ക്ക് വേണ്ടി നിൽക്കേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് ഈ കേസിൽ വളരെ ശക്തമായ നിലപാട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. മാത്രമല്ല CBI ആണ് കേസ് അന്വേഷിച്ചിരിക്കുന്നത്, നടപടി എടുത്തിരിക്കുന്നത്, കുറ്റകൃത്യം സമർപ്പിച്ചിരുന്നത്, വിചാരണ കോടതിയിൽ ഹാജരായത്. ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ ഒരു സ്റ്റേ ലഭിച്ചില്ലെങ്കിൽ CBIക്ക് കിട്ടുന്ന ഏറ്റവും വലിയ വീഴ്ചയായിരുന്നു ഇത് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല ഈ കേസ് പരിഗണിക്കുമ്പോൾ അതിജീവിതയും അവരുടെ മാതാവും അവരുടെ അഭിഭാഷകരും അവരുടെ ഹൈക്കോടതിയിലെ അഭിഭാഷകരും അവരുടെ വിചാരണ കോടതിയിലെ അഭിഭാഷകരും അവരുടെ ബന്ധുക്കളും ഉൾപ്പെടെയുള്ളവർ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ഒരു കോടതി മുറിയായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായിരുന്നത്. മാത്രമല്ല ഈ കോടതി കേസ് പരിഗണിക്കുന്നതിന് മുമ്പ് തന്നെ സുപ്രീം കോടതിയുടെ മുൻപിൽ വലിയ തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തകരുടെയും വനിതാ പ്രവർത്തകരുടെയും ഒരു പ്രതിഷേധം ഉണ്ടായിരുന്നു. കനത്ത സുരക്ഷയായിരുന്നു സുപ്രീം കോടതിയുടെ മുന്നിൽ ഏർപ്പെടുത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ കോടതി കേസ് പരിഗണിച്ചപ്പോൾ തന്നെ ഈ അവധിക്കാല ബെഞ്ചാണ് പരിഗണിക്കുന്നതെങ്കിൽ പോലും കേസ് വരുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യം, ഈ വിധി സ്റ്റേ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ കോടതി മുറിയിൽ നിന്നും അതിജീവിതയും അവരുടെ മാതാവും ഇപ്പോൾ ഇതിനകം തന്നെ പുറത്തേക്ക് വരുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് സുപ്രീം കോടതിയിൽ കാണുന്നത്.